5.5 രൂപയാണ് ചോദിക്കുന്നത്. മാക്സിമം കുറച്ച് നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. 5 രൂപ വരെ ഫൈനാൻസ് ഇട്ട് കൊടുക്കാം. 5 രൂപ ഫിനാൻസ് 50 റുപ്യ മുടക്കിയാൽ കസ്റ്റമർക്ക് ഡീസൽ വണ്ടി 7 സീറ്റർ നമുക്ക് കൊടുക്കാം. തന്നെ വെറും 50,000 രൂപ ഉണ്ടെങ്കിൽ ഡീസൽ വണ്ടി 7 സീറ്റർ ടാക്സി ആവശ്യത്തിന് ഓടാം, പ്രൈവറ്റ് ആവശ്യത്തിനൊക്കെ ഓടാൻ പറ്റിയ വണ്ടിയാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഇതിൽ ഒരു 5 രൂപ കയറും. 5 രൂപ ഫിനാൻസ് കയറും. ഓക്കെ. അപ്പൊ മോഡൽ എത്ര പറഞ്ഞിങ്ങള്? 16. 2016. അപ്പോ 2016 മോഡൽ എക്കോ സ്പോർട്ടിന് ചോദിക്കുന്ന വില 6 ലക്ഷം രൂപയാണ്. കസ്റ്റമർ വരിക ആണെങ്കിൽ വില കുറച്ച് തരും. ഡീസൽ വണ്ടിയാണിത്. സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കൊളപ്പുറം VK പടിയിലെ സിറ്റി യൂസ്ഡ് കാർ ഷോറൂമിലാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. 10-50ഓളം വണ്ടികൾ സ്റ്റോക്കുള്ള വലിയൊരു യാർഡാണിത്. ചെറുവണ്ടികളും 7 സീറ്ററും ഉൾപ്പെടുന്ന നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോറൂമാണ്. ഇവിടുത്തെ ആദ്യത്തെ എപ്പിസോഡാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിവിടെ കാണുന്നത് ചെറുവണ്ടികളുടെ ചാകര തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് 7 സീറ്ററും 5 സീറ്ററും ഉൾപ്പെടുന്ന വീഡിയോ ആണ്. ഇവിടെ ഒരുപാട് ചെറുവണ്ടികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൾട്ടോ കാർ നോക്കുന്നവരാണെങ്കിൽ മിസ് ചെയ്യരുത്. 5 എണ്ണം അവൈലബിൾ ആണ് ഇവിടെ. അതുകൂടാതെ മാരുതിയുടെ സ്വിഫ്റ്റ് കാറുകളും i20 ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഈ വണ്ടികളൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ വണ്ടിയിലോട്ട് പോവാം. ആദ്യം നമുക്ക് മഹീന്ദ്രയുടെ താർ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് മഹീന്ദ്രയുടെ താറിൽ തുടങ്ങാം. ചെക്കന്മാരുടെ പുതിയ ട്രെൻഡായിട്ട് മാറിയ മഹീന്ദ്രയുടെ താറാണ്. ബോസ് ഇത് എത്ര മോഡലാണ്? ഇത് 2022 മോഡലാണ്. ഓക്കെ. എത്ര ഓട്ടോ ഉണ്ട് ഇത്? 30,000 ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ. ഇത് ഓട്ടോമാറ്റിക്കാ മാനുവലാ? ഓട്ടോമാറ്റിക് ആണ് അല്ലേ? പിന്നെ വണ്ടി വേറെ അപാകങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് ചെറിയ ഓട്ടോ അല്ലേ ഓടിയിട്ടുള്ളൂ? ആകെ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. വെറും 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2022 മോഡല് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് ഓപ്ഷൻ വരുന്നത് ഫുൾ ആണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. ഇതിന് എങ്ങനെ ചോദിക്കണ വില? 17,50,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കും. പിന്നെ ഇതിന് ഫിനാൻസ് ഒക്കെ? ഫിനാൻസ് 16 ഫിനാൻസ് കയറും അല്ലേ? അപ്പോ പ്രൊഫൈലിനനുസരിച്ച്. ഓക്കെ. ഇത് ഓണർഷിപ്പ് വരുന്ന സെക്കൻഡ് ആണ് അല്ലേ? 4x4. അപ്പോൾ 2022 മോഡല് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഏകദേശം 30,000 കിലോമീറ്റർ മാത്രം ഓടിയ നല്ല അടിപൊളി നല്ല നീറ്റ് വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന വില 17,50,000 രൂപയാണ്. വില കുറച്ച് തരും. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്തത് നമുക്ക് ഇന്നോവ ക്രിസ്റ്റ ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടി. ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണിത്. ഏകദേശം 86,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ബോസെ നിങ്ങൾ ഇങ്ങോട്ട് പോയി. പിന്നെ ഇത് എത്ര മോഡലാണ് ബോസ്? 2018 അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഓട്ടോമാറ്റിക്. ഓക്കെ. വണ്ടി എന്ത് പാട്? വണ്ടി കിഡിലെ വണ്ടി നോക്ക്. വണ്ടി ചെറിയ ഓട്ടോ അല്ലേ ഓടിയിട്ടുള്ളൂ? ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആണ് അല്ലേ? ഫിനാൻസും കയറൂല്ലേ? മാക്സിമം കസ്റ്റമർ പ്രൊഫൈലിനനുസരിച്ച് ലോൺ കയറും. ഓക്കെ. അപ്പോ 2018 മോഡല് ഒറിജിനൽ കേരള ഇന്നോവ ക്രിസ്റ്റയാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വെറും 86,000 കിലോമീറ്റർ ഓടിയ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണിത്. അപ്പൊ ഇതിന് ചോദിക്കുന്നത് 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. കസ്റ്റമർ വരിക ആണെങ്കിൽ വില കുറച്ച് തരും. മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കൂലേ? ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ഇന്നോവ ക്രിസ്റ്റ ആണ്. 3 ഇന്നോവ ക്രിസ്റ്റ ഉണ്ട് ഇവിടെ. 3 ഇന്നോവ ക്രിസ്റ്റ ആണ് ഇപ്പൊ നിലവിലുള്ളത്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പൊ അടുത്തത് നമുക്ക് ഇന്നോവ ക്രിസ്റ്റ തന്നെയാണ്. വീണ്ടും ഇന്നോവ ക്രിസ്റ്റ ആണ്. ഇത് എത്രയാണ് മോഡല്? 2017 മോഡൽ. ഇത് മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ. ഇത് എത്ര ഓടിക്കണേ? ഇത് 1.75. 1.75 ഓട്ടം. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. പിന്നെ വേറെ അപാധകളൊന്നും ഇല്ലല്ലോ? ഈ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഈ സെക്കൻഡ് ഓണർ ഈ സർവീസ് ഒക്കെ ഷോറൂം സർവീസ് ആണ് അല്ലേ? ഇതിന് എങ്ങനെ ചോദ്യം? സെക്കൻഡ് ഓണർ ആണ്. ചോദ്യം വില ഇത് നമുക്ക് 17,50,000. 17,50,000 വില കുറച്ച് കൊടുക്കൂലേ? നെഗോഷ്യബിൾ ആയിട്ട് കസ്റ്റമർ വരികയാണെങ്കിൽ മാക്സിമം ചെയ്തു തരും. മാനുവൽ വണ്ടിയാണ്. ഓക്കെ. മാനുവൽ ആണ്. ഓക്കെ. അപ്പോൾ 2017 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഒറിജിനൽ കേരള G4 ആണ്. 17,000 രൂപ കൊടുക്കാം അല്ലേ? കസ്റ്റമർ വരികയാണെങ്കിൽ
പിന്നെയും കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ, നോ ക്ലെയിം ആണ്, നോ റീപ്ലേസ്, ഒന്നുമില്ല, ഒന്നുമില്ല, വണ്ടി പക്കാണ്. പക്ക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത ഇന്നോവ ക്രിസ്റ്റൻ അല്ലേ, ഒറിജിനൽ കേരള വണ്ടിയാണ്, ലോ കിലോമീറ്റർ വണ്ടിയാണ് കേട്ടോ. ഇത് എത്ര മോഡൽ? 2018 അല്ലേ, ഓട്ടോമാറ്റിക് ആണല്ലേ? G4 ഓട്ടോമാറ്റിക് വണ്ടി. അങ്ങനെ പക്കാണ്, പക്ക വണ്ടി. സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ അല്ലേ? പിന്നെ ബോഡി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, കാണാൻ തന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്റീരിയൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ, എയർ ബാഗ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇതില്. G4 അല്ലേ വരുന്നത്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ വണ്ടി? അപ്പൊ ഇതിന് ചോദിക്കാൻ എത്ര ദിവസം? 21 ചോദ്യം. വില കുറച്ച് കൊടുക്കും. കസ്റ്റമർ വരികയാണെങ്കിൽ കുറച്ച് കൊടുക്കും. ഓക്കെ, അപ്പൊ വീഡിയോയുടെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചാൽ മതി. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ മൂപ്പര് പറഞ്ഞു തരും. പിന്നെ ലോൺ ഫിനാൻസ് എത്ര കിട്ടും? 16 രൂപ 16 രൂപ ഫിനാൻസും കയറും അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അപ്പോ നമുക്ക് ഫോർഡിന്റെ എക്കോസ്പോർട്ട് പരിചയപ്പെടാം. ഡീറ്റെയിൽസ് പറയുന്നത് പുതിയ ആളാണ്. ഓരോ വണ്ടിക്കും ഓരോരോ ആളാണ് ഡീറ്റെയിൽസ് പറയുന്നത്. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഉണ്ണി. ഉണ്ണി, കിളിവായൂരുണ്ണിയ. ബോസ്, ഇത് എത്ര മോഡൽ ബോസ്? ഇത് 2016 മോഡൽ. 2016 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ അല്ലേ? 73,000 കിലോമീറ്റർ ഓട്ടോ. ഓക്കെ, കറക്റ്റ് കമ്പനി ഫോർഡിന്റെ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഡോക്ടറെ യൂസ് ചെയ്തിരുന്നത്, പാലക്കാടുള്ള ഡോക്ടർ. സിംഗിൾ ഓണർ ആയിപ്പോഴുള്ളത്. ഓക്കെ, പിന്നെ ഇത് ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് ട്രെൻഡ് ലൈൻ എന്ന് പറയും. ഡീസലാണ്. ഡീസൽ വണ്ടി അല്ലേ? ലോ കിലോമീറ്റർ 73,000 കിലോമീറ്റർ. 69 സർവീസ് എടുത്തത്. അപ്പൊ കമ്പനി സർവീസ് കഴിഞ്ഞ. ഓക്കെ, കറക്റ്റ് ഡോക്ടർ എല്ലാ സർവീസും ഷോറൂമിൽ നിന്ന് ചെയ്യുന്ന. ഓക്കെ, പിന്നെ റീപ്ലേസുകൾ കാര്യം ഒന്നുമില്ല. വണ്ടി നല്ല നീറ്റ്. വണ്ടി ബോഡി സ്ക്രാച്ച് ഒന്നുമില്ല. വണ്ടി ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി തന്നെയാണ്. നല്ല പുതിയ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ പുതിയ തന്നെയാണ് അല്ലേ? 4 ടയർ പുതിയ, നല്ല ഗ്രിപ്പുള്ളത് തന്നെയാണ്. ഏകദേശം 80-85% ഗ്രിപ്പുള്ളത് തന്നെയാണ്. അപ്പോ ബോസ്, ഇത് എന്താണ് ചോദിക്കണതല്ലേ? ഇത് നമ്മള് 6 രൂപ കൊടുക്കാം. 6 രൂപയാണ് ചോദിക്കുന്നത്. 6 രൂപ ഫൈനൽ കിട്ടണം എന്നാണ്. എന്തെങ്കിലും കച്ചവടം എന്നുള്ളതിൽ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്ന 6 രൂപയാണ്, വില കുറച്ച് കൊടുക്കും. കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കും. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കും. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഒരു 5 രൂപ കയറും. 5 രൂപ ഫിനാൻസ് കയറും. ഓക്കെ, അപ്പൊ മോഡൽ എത്ര പറഞ്ഞു നിങ്ങൾ? 16. 2016. അപ്പോൾ 2016 മോഡൽ എക്കോസ്പോർട്ടിന് ചോദിക്കുന്ന വില 6 ലക്ഷം രൂപയാണ്. കസ്റ്റമർ വരികയാണെങ്കിൽ വില കുറച്ച് തരും. ഡീസൽ വണ്ടിയാണിത്. അപ്പോ നമുക്ക് ഉണ്ടയുടെ ക്രെറ്റയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എത്ര മോഡൽ ഇത്? 2020 മോഡൽ. ഇത് SX ആണ്. ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇത് മിഡിൽ ഓപ്ഷനാ ഫുൾ ഓപ്ഷനാ? SX സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ ഉണ്ടല്ലേ? ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ അല്ല, മിഡിൽ അല്ലേ? ഫുള്ളിന്റെ തൊട്ടതായുള്ള വണ്ടി. മിഡിൽ ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഇത് എത്ര ഓട്ടോ ഉണ്ട്? ഇത് 65 ഓട്ടോ ഉണ്ടല്ലേ? എത്രാമത് ഓണർ? സെക്കൻഡ് ഓണർഷിപ്പിലുള്ളത്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒരു ഇല്ലല്ലേ? കമ്പനി സർവീസുള്ള വണ്ടിയാണ്. വേറെ അപാധകളൊന്നും ഇല്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ. സെക്കൻഡ് ഓണർഷിപ്പ്. 2020 മോഡൽ അല്ലേ? 2020 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പോ 2020 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. SX ആണ് ഓപ്ഷൻ വരുന്നത്. ഇതിന് എത്രയാണ്? 17 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. 17 ആണ് ചോദിക്കുന്നത് അല്ലേ? നെഗോഷ്യബിൾ ആണ്. 15-16 ലക്ഷം വരെ കസ്റ്റമർ പ്രൊഫൈലിനനുസരിച്ച് ലോൺ കിട്ടും അല്ലേ? ഓക്കെ, ചോദിക്കുന്ന വില 17 ലക്ഷം രൂപയാണ്. മാക്സിമം വില കുറച്ച് തരും. കസ്റ്റമർ വരികയാണെങ്കിൽ കുറച്ച് തരും. അപ്പോ നമുക്ക് ഫിനാൻസ് കയറൂലേ? 15 പ്രൊഫൈലിനനുസരിച്ച് ഫിനാൻസും കയറും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്തതായിട്ട് ഹോണ്ടന്റെ വണ്ടിയാണ്. ഹോണ്ടന്റെ മൊബീലിയോ അല്ലെ? ഇത് എത്ര മോഡൽ? 2014 മോഡല് ഹോണ്ട മൊബീലിയോ. 7 സീറ്റർ വണ്ടിയാണ്. 7 സീറ്റർ ആണ്. വണ്ടി കണ്ടാ ചെറുവണ്ടി ആണെങ്കിലും 7 സീറ്റർ ആണ്. ഡീസൽ ആണ്. ഇതിന് മൈലേജ് 20 ലബോ ഉണ്ടാവും. 25 ഒക്കെ കിട്ടിയെന്നാണ് ഇതിന് ഓണർ പറയുന്നത്. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാ. മൈലേജിന്റെ രാജാവ് എന്ന് പറയാം. രാജാവ് എന്ന് പറഞ്ഞാൽ പറ. ഹോണ്ടന്റെ വണ്ടിയൊക്കെ ഏകദേശം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. നല്ല മൈലേജ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പുള്ള ഫാൻസി നമ്പറുള്ള 4 ടയർ പുതിയത്. 4 ടയർ പുതിയ തന്നെയാണ്. വണ്ടി ഷോറൂം കണ്ടീഷനുള്ള വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ. ഓക്കെ, ഇൻഷുറൻസ് ID ഒക്കെ ഉള്ള 2004 മാസം വരെ ഇൻഷുറൻസ് ഉള്ള ഡീസൽ വണ്ടിയാണ്. 7 സീറ്റർ വണ്ടി. 7 സീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. വേറെ അപാധങ്ങളൊന്നുമില്ല. ഇല്ല. ഇത് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്ന വില? ഇത് നമ്മള് 5.5 രൂപയാണ് ചോദിക്കുന്നത്. മാക്സിമം കുറച്ച് നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. 5 രൂപ വരെ ഫൈനാൻസ് ഇട്ട് കൊടുക്കാം.
5 രൂപ ഫിനാൻസ് 50 റുപ്യ മുടക്കിയാല് കസ്റ്റമർക്ക് ഡീസൽ വണ്ടി 7 സീറ്റർ നമുക്ക് കൊടുക്കാം തന്നെ. വെറും 50,000 രൂപ ഉണ്ടെങ്കിൽ ഡീസൽ വണ്ടി 7 സീറ്റർ ടാക്സി ആവശ്യത്തിന് ഓടാം, പ്രൈവറ്റ് ആവശ്യത്തിനൊക്കെ ഓടാൻ പറ്റിയ വണ്ടിയാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. 2014 ഡീസൽ മൊബീലിയോ 7 സീറ്റർ വണ്ടി. ഓഫർ പ്രൈസ് ആണ്. 5.5 ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. കസ്റ്റമർ എത്തി കിട്ടിയാൽ മതി തന്നെ. വണ്ടി നല്ല അടിപൊളി തന്നെ, ഷോറൂം കണ്ടീഷനുള്ള വണ്ടി. ഒന്ന് റീപ്ലേസ് ഒന്നുമില്ല, എണ്ണ അടിച്ചാ ഓടാം. അല്ലേ? അപ്പൊ പിന്നെ വെറും 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി 7 സീറ്റർ ഡീസൽ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. 25 കിലോമീറ്റർ വരെ മൈലേജും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അപ്പൊ അടുത്തതായിട്ട് മാരുതിയുടെ എസ് ക്രോസ് ആണ്. ഇത് എത്ര മോഡൽ? 2018 മോഡലാണ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. 1.15 ഓടിയത്. 1.15 ഓട്ടോ ഉണ്ട് സർവീസ്. ഓക്കെ, കമ്പനി സർവീസ്, നോ റീപ്ലേസ്. ഓക്കെ, ഇത് ഏത് ഓപ്ഷനാ വരുന്നത്? മൂന്നാമത്തെ ഓപ്ഷൻ സീറ്റ് ആണല്ലേ? ഫസ്റ്റ് നേരെ മൂന്നാമത്തെ ഡീസൽ അല്ലേ? ഡീസൽ വണ്ടിയാണ്, സീറ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് 2018 മോഡൽ. ഓക്കെ, വേറെ എന്തെങ്കിലും അപാധകൾ എന്തെങ്കിലും ഉണ്ടോ? 4 പുത്തൻ ടയറുണ്ട്. ഇൻഷുറൻസ് പുതിയ 4 പുത്തൻ ടയറാണ്. ബമ്പർ ഇൻഷുറൻസ് ഉണ്ട്. അലോയ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? അത് കമ്പനി അലക്സ് വരുന്ന വണ്ടിയാണ്. ടച്ചപ്പ് ഇല്ല, റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. റീപെയിന്റ് ഒന്നും കേറിയിട്ടില്ല. നോ റീപ്ലേസ്, നോ ടച്ചപ്പ്. ചെറുതായിട്ട് കയറിയിട്ടുണ്ടാവില്ലേ റീപെയിന്റ്? നോക്കിക്കോളി, നോക്കാലോ. ഒന്നും കയറിയില്ല. ബുക്കിംഗ് പാർട്ടിന്റെ നിർത്താണ്. ബുക്കിംഗ് പാർട്ടി തന്നെ. ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? നമ്മൾ 7 ചോദിക്കേണ്ടത്. 7 ഉറുപ്പ് ചോദിക്കുന്നത്. പാർട്ടി കസ്റ്റമർ വരെ പരമാവധി നമ്മൾ കുറച്ച് കൊടുക്കും. ഇത് ഫിനാൻസ് എത്ര കയറും? ഫൈനാൻസിൽ 6 രൂപ ഫിനാൻസ് കയറും എന്തായാലും കൺഫേം ആണ്. അത് ശരി. അപ്പൊ ഒരു 1,00,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ആവശ്യപ്പെടുന്നത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ പാർട്ടിന് ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്നും കൂടി പരമാവധി കസ്റ്റമർ വരികയാണെങ്കിൽ കസ്റ്റമർ. അപ്പോ 2018 മോഡൽ എസ് ക്രോസ് ആണ്. പിന്നെ ഓപ്ഷൻ വരുന്നത് സീറ്റ ഡീസൽ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്നത് 7,00,000 രൂപയാണ് ചോദിക്കുന്നത്. വില കുറച്ച് തരും. പിന്നെ 6.50 ഫിനാൻസും കയറും. മാക്സിമം 10,80,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. നമുക്ക് മാരുതിയുടെ ബലോന നോക്കാം. പെട്രോൾ വണ്ടിയല്ലേ ഇത്? പെട്രോൾ. എത്ര മോഡൽ? ഇത് 2021 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. കമ്പനി സർവീസ് ഒക്കെ ഉള്ളത്. എത്ര ഓടിക്കണേ? 77,000 കിലോമീറ്റർ ഓടിയ വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ടയറൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ? എല്ലാ ടയറുകളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇത് ഓപ്ഷൻ വരുന്നത് സീറ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ വണ്ടിയാണ്. ബട്ടൺ സ്റ്റാർട്ടിങ് അലവിൽ ഇതെല്ലാം വരും. ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടല്ലേ? പുഷ് ബട്ടൺ സ്റ്റാർട്ട്. പിന്നെ വേറെ ടച്ച് സ്ക്രീൻ ഒക്കെ ഉണ്ടല്ലോ? ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി. സീറ്റ് കമ്പനി സീറ്റ് അല്ലത്? കമ്പനി സീറ്റ് ആണ്. പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്. 4 ഡോർ പവർ വിൻഡോ. അലോയ്സ് വരുന്നുണ്ട്. ടയറുകളൊക്കെ അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം ഗ്രിപ്പുള്ള ടയറാണ്. പിന്നെ ഇതിന് എത്ര പോസ്റ്റ് നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മളൊരു 7 രൂപ. 7 രൂപ നിങ്ങൾ ചോദിക്കണല്ലേ? കുറച്ച് കൊടുക്കൂലേ? ചെയ്ത് കൊടുക്കും. ഇത് ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് മാക്സിമം കയറ്റി കൊടുക്കും. മാക്സിമം ഫുള്ള് കയറോ? ഫുള്ള് കയറൂല, ഒരു 80% കയറും. ഒരു 10,50,000 രൂപ ഇറക്കാൻ പറ്റുമോ? 50ന്റെ മേലെ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം. ഒരു 60,000 അല്ല, ഒരു വലിയ ചോട മുടക്കിയാൽ മതി. ഓക്കെ, 7 രൂപ ചോദിക്കണത്. അപ്പോ 2021 മോഡല് ഏകദേശം 77,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 7,50,000 രൂപയാണ്. ഇതിന് ഏകദേശം ഒരു 7ന്റെ അടുത്ത് ലോണ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 60,70,000 രൂപ മുടക്കിയാൽ ഈ വണ്ടി സ്വന്തമാക്കാം. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അല്ലേ? അങ്ങനെ ഹോണ്ടയുടെ WRV ആണ്. മൈലേജിന്റെ രാജാക്കന്മാർ അല്ലേ? ഇതിന് എത്ര മൈലേജ് കിട്ടും? ഒരു 24 കിട്ടുമോ? ഇതില് 25 കിട്ടുമല്ലേ? അല്ല, എന്റെ ഒരു കമ്പനിക്കാരനുണ്ട്, അവന് 25 മൈലേജ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഓണർ പറഞ്ഞ 28. നമ്മൾ 25 കുറച്ചിട്ട് കൊടുക്കാം തന്നെ. ഇത് മോഡൽ എത്രയാണോ സാർ? 2018 മോഡൽ. 2018 അല്ലേ? ഫുൾ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. VX സൺറൂഫ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടോ? ഓക്കെ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്. കമ്പനി സീറ്റ് അല്ലേ? ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. എല്ലാ ഭാഗവും. ഓക്കെ, 4 ഡോർ പവർ വിൻഡോ. അലോയ്സ് വണ്ടി. ഓക്കെ. ഇത് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ വണ്ടി ഉള്ളത്? ഓക്കെ, എത്ര ഓടിക്കുന്നത് വണ്ടി? 80,000 കിലോമീറ്റർ വരെ ഫുള്ള് കമ്പനി സർവീസാ? ഓക്കെ, ഇതിന് എത്ര ചോദിക്കുന്ന റേറ്റ്? 8.75 ആണ്. മാക്സിമം കുറച്ച് കൊടുക്കും. 8.75 ചോദ്യം. അപ്പോൾ 8 ലക്ഷം വരെ ഫൈനാൻസ് ഇട്ട് കൊടുക്കാം. 8 ലക്ഷം രൂപ ഫിനാൻസ് വരും. കസ്റ്റമർ പ്രൊഫൈലിനനുസരിച്ചാണ് ഫൈനാൻസ്. ചിലപ്പോൾ 6 കിട്ടുമ്പോഴുണ്ടാവും. നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ 8 ലക്ഷം രൂപ വരെ ഫൈനാൻസ് കൊടുക്കും. തന്നെ 10,75,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കല്ലേ? ഓക്കെ. എത്ര ചോദ്യത്തിൽ? 8,75,000 8.75 ചോദിക്കുന്നത് അല്ലേ?
ഓക്കെ ഓക്കെ. അപ്പോ 2018 മോഡല് വെറും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന VX 80,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 875 8 ലക്ഷം രൂപ വരെ ഫിനാൻസും കയറും. അപ്പോ കസ്റ്റമർ വരികയാണെങ്കിൽ കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കൂല.